കൂട്ടുകാർക്കും സ്വാഗതം. സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ നിങ്ങൾ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ നിങ്ങളുടെ സംസാര രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കിടിലൻ ആശയത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനെയല്ല, വായെ എങ്ങനെ സംസാരിക്കാൻ പരിശീലിപ്പിക്കാമെന്ന് നോക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു വാചകം കേട്ടു നോക്കൂ. നിങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതിന് കാരണം നിങ്ങളുടെ മനസ്സല്ല, നിങ്ങളുടെ വായാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ? നമ്മളിതുവരെ വിശ്വസിച്ചതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒന്നാണിത്. പക്ഷേ ഈ ഒരൊറ്റ ചിന്ത മതി നിങ്ങളുടെ സംസാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റാൻ. നമ്മളിൽ ഭൂരിഭാഗം പേരും എന്താ വിചാരിക്കുന്നത്? സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിന് കാരണം ചിലപ്പോൾ നാണം കൊണ്ടാവാം, അല്ലെങ്കിൽ ടെൻഷൻ, അതും അല്ലെങ്കിൽ വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. എന്നാൽ സത്യം അതൊന്നുമല്ല. സംസാരിക്കുക എന്നത് പരിശീലനം കിട്ടാത്ത ഒരു ഫിസിക്കൽ സ്കിൽ മാത്രമാണ്. ഇത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു കുറവല്ല, വെറും പരിശീലനത്തിന്റെ അഭാവം. അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പരിശീലനമില്ലാത്ത നിങ്ങളുടെ വായ. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ശബ്ദം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കൂടെ നിൽക്കാത്തത്? ഇതിന്റെ യഥാർത്ഥ കാരണം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സംസാരത്തിന് ഒരു സ്പോർട്സ് ഐറ്റം പോലെ ഒന്ന് കണ്ടു നോക്കൂ. ഇതൊരു മോട്ടോർ സ്കില്ലാണ്, അതായത് പൂർണ്ണമായും ശാരീരികമായ ഒരു പ്രവർത്തനം. നമ്മുടെ ചുണ്ടുകൾ വായുവിന് രൂപം കൊടുക്കുന്നു, നാവ് പലയിടത്തായി ചലിക്കുന്നു, താടിയലിലെ മസിലുകൾ റിലാക്സ് ആകുന്നു. ഇതെല്ലാം മസിൽ മെമ്മറിയാണ്. പക്ഷെ നമ്മളിൽ എത്ര പേർ ഇതിനൊരു പരിശീലനം കൊടുത്തിട്ടുണ്ട്? മിക്കവാറും ആരും തന്നെയില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ തലച്ചോറ് റോക്കറ്റ് പോലെ പായുമ്പോൾ നിങ്ങളുടെ വായ ഒരു ഒച്ചിനെ പോലെ ഇഴയുകയാണെന്ന്. പ്രത്യേകിച്ച് ടെൻഷനുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സും വായും തമ്മിൽ ഒരു കണക്ഷൻ കിട്ടില്ല. എന്താ പറയേണ്ടതെന്ന് കൃത്യമായി അറിയാം, പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുന്നേയില്ല. അതുകൊണ്ടുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ കഴിവിനോ വ്യക്തിത്വത്തിനോ ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു പ്രശ്നത്തിനു വേണ്ടി സ്വയം കുറ്റപ്പെടുത്തുന്നത് ദയവായി നിർത്തുക. ഇതൊരു കുറവല്ല, പരിശീലനത്തിലൂടെ ആർക്കും മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി വലിയൊരാശ്വാസം കിട്ടാൻ. ശരി, ഇനി നമുക്ക് ഇതിന്റെ പരിഹാരത്തിലേക്ക് വരാം. വെറുതെ പ്രശ്നം പറഞ്ഞിരുന്നാൽ പോരല്ലോ. നിങ്ങളുടെ ശബ്ദം കൂടുതൽ ശക്തവും സ്മൂത്തുമാക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു ഡെയിലി വർക്കൗട്ടിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദിവസം വെറും 5 മിനിറ്റ്. അതെ, കേട്ടത് ശരിയാണ്. നിങ്ങളുടെ സംസാര രീതിയെ അടിമുടി മാറ്റാൻ ഒരു ദിവസം അത്രയും സമയം മതി. ഇതിനുവേണ്ടി മണിക്കൂറുകളൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടുതന്നെ ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വർക്കൗട്ടിന് 4 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. 1. സ്ട്രെച്ചിങ്, അതായത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മുഖത്തെയും താടിയിലെയും മസിലുകൾക്കൊന്ന് അയവ് വരുത്തുക, ഒരു വാമപ്പ് പോലെ. 2. മിറർ ടെക്നിക്, ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ടും നാക്കുമൊക്കെ എങ്ങനെയാ ചലിക്കുന്നതെന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റും. 3. ഷാഡോ സ്പീക്കിംഗ്, ഇത് രസാണ്. നമുക്കിഷ്ടപ്പെട്ട ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ട് അതേപോലെ ഒപ്പം പറഞ്ഞു നോക്കുക. ആ ഒരു ഫ്ലോ കിട്ടാൻ ഇത് ബെസ്റ്റാണ്. അവസാനം 4. ഫ്ലുവൻസി ലൂപ്പ്, ചില വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മസിലുകൾക്ക് ആ വാക്ക് ശരിക്കും അങ്ങ് പതിഞ്ഞു കിട്ടും. ഈ വ്യായാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്: സ്ഥിരതയാണ് തീവ്രതയേക്കാൾ പ്രധാനം. അതായത് എപ്പോഴോ ഒരിക്കൽ 1 മണിക്കൂർ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുന്നത്. ഓക്കേ, ഇനി നമുക്ക് പരിശീലനത്തിന്റെ അടുത്ത ലെവലിലേക്ക് പോകാം. വെറും വ്യായാമങ്ങൾക്കപ്പുറം നമ്മുടെ സംസാരത്തെ ഒരു സംഗീതം പോലെ സ്വാഭാവികവും ഒഴുക്കുള്ളതുമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഈ വ്യത്യാസം നോക്കൂ. ഒരു റോബോട്ടിനെ പോലെ നീ എന്ത് ചെയ്യുന്നു എന്ന് ഓരോ വാക്കും മുറിച്ചു പറയുന്നതും സാധാരണ നമ്മൾ സംസാരിക്കുന്നത് പോലെ എന്താ ചെയ്യണേ എന്ന് ഒറ്റയൊഴുക്കിൽ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? അതാണ് സ്വാഭാവിക സംസാരത്തിന്റെ താളം. വാക്കുകൾ തമ്മിൽ ചേർന്നൊഴുകണം. ഇംഗ്ലീഷിൽ ഗോയിങ് ടു എന്നത് ഗണ്ണ ആകുന്നതുപോലെ എല്ലാ ഭാഷകളിലും ഇങ്ങനെ വാക്കുകൾ കൂടിച്ചേരാറുണ്ട്. നമ്മൾ മലയാളത്തിൽ എന്താണ് വിശേഷം എന്നതിന് പകരം എന്താ ശേഷം എന്നൊക്കെ ചോദിക്കില്ലേ? ഇത് മടികൊണ്ടൊന്നുമല്ല, സംസാരത്തിനൊരു സ്വാഭാവികതയും സംഗീതവും നൽകുന്നത് ഈ കൂടിച്ചേരലുകളാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. നമ്മുടെ ലക്ഷ്യം എല്ലാ വാക്കുകളും 100% പെർഫെക്റ്റായി ഉച്ചരിക്കുക എന്നല്ല, മറിച്ച് സംസാരത്തിന് ഒരു ഒഴുക്കും ചലനവും ഉണ്ടാക്കുക എന്നതാണ്. ആ ഫ്ലോയാണ് പ്രധാനം, അല്ലാതെ ഓരോ വാക്കിന്റെയും കൃത്യതയല്ല. ഇനി ഈ യാത്രയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ചിന്തകളുമായി ഒരേ വേഗത്തിലെത്തുമ്പോൾ ആ മാറ്റത്തെ മാനസികമായി എങ്ങനെ ഉൾക്കൊള്ളാം എന്ന് നോക്കാം. യഥാർത്ഥ കഴിവ് എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ നല്ല പേടിയും നെഞ്ചിടിപ്പുമൊക്കെ ഉള്ളപ്പോഴും ഒരു കൂസലുമില്ലാതെ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്നതാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സംസാരത്തെ എത്തിക്കണം. സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലും നമ്മുടെ ശബ്ദം നമ്മളെ ചതിക്കരുത്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ.
നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അതേപോലെ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ആരായിരിക്കും? എത്രമാത്രം ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കും നിങ്ങൾ? പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഈ മാറ്റം വെറുതെ സങ്കൽപ്പിച്ചിരുന്നാൽ വരില്ല, പ്രവൃത്തിയിലൂടെ മാത്രമേ വരൂ. സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യണം. അതിലും പ്രധാനമായി പുതിയ രീതിയിൽ സംസാരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കണം. ഈ ഒരു കാര്യം മനസ്സിൽ കോറിയിട്ടോളൂ. ആത്മവിശ്വാസം എന്നത് സംസാരിക്കുന്നതിന് മുൻപ് വേണ്ട ഒന്നല്ല, അത് സംസാരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ഓരോ തവണ നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിക്കൂടി വരും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സംസാരിച്ചു തുടങ്ങുക. അതാണ് വളർച്ചയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്.